ഹായ് എവരി വൺ, ശിവദം ടാരോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നു വിചാരിക്കുന്നു. നെഗറ്റീവ് തോട്ട്സൊക്കെ ഒഴിവാക്കി പോസിറ്റീവ് മൈൻഡിലിരിക്കാൻ ശ്രമിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ കാണുന്നുവോ അപ്പോൾ റെസനേറ്റ് ആവുന്നതായിരിക്കും. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. ഇതൊരു കലക്റ്റീവ് റീഡിംഗ് ആണ്, ഒരു ഗൈഡൻസ് മാത്രമാണ്. ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, ഈ പേഴ്സണുമായുള്ള നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും അവരുടെ മനസ്സിലുള്ള ആഗ്രഹവും എന്താണെന്നാണ് നോക്കുന്നത്. ഒരു ഡീപ്പ് ബ്രീത്ത് എടുത്തതിന് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ പേഴ്സണുമായുള്ള നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും അവരുടെ മനസ്സിലുള്ള ആഗ്രഹവും എന്താണ്? ഈ പേഴ്സണുമായുള്ള നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും അവരുടെ മനസ്സിലുള്ള ആഗ്രഹവും. മൂന്നാല് കാർഡ് ഇവിടെ ഉണ്ട്. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയും അവരുടെ മനസ്സിലുള്ള ആഗ്രഹവും. ഇപ്പോൾ ഓവറോൾ എനർജി വന്നത് 2 ഓഫ് കപ്പിൻ്റെ എനർജി. 2 ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു അൺകണ്ടീഷണൽ ലവ് ആണ്. പരസ്പരം രണ്ട് പേർ തമ്മിൽ ഒന്നിക്കുന്നത്. ബിസിനസ്സിലാകാം, ഏത് രീതിയിലാകാം. ഇപ്പം പ്രണയമാകാം, പുതിയ ബന്ധം ഉണ്ടാകുന്നതാകാം, അല്ലെങ്കിൽ റീയൂണിയൻ സംഭവിക്കും. എല്ലാ തരത്തിലും രണ്ട് പേർ തമ്മിൽ ഒന്നിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു 6 ഓഫ് വാണ്ടിൻ്റെ എനർജി. എന്താ ക്ലാരിഫൈ ചെയ്ത് കിട്ടുക നോക്കാം. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എന്താണ് 6 ഓഫ് വാണ്ടിന് ക്ലാരിഫൈ ചെയ്ത് കിട്ടുന്നത്? എയ്റ്റ് ഓഫ് സോഡിൻ്റെ എനർജിയാണ്. താങ്ക് യൂണിവേഴ്സ്. അപ്പോൾ ഒരു 6 ഓഫ് വാണ്ടും ഒരു 8 ഓഫ് സോഡും ആണുള്ളത്. 6 ഓഫ് വാണ്ടും 8 ഓഫ് സോഡും. അപ്പം 6 ഓഫ് വാണ്ടിൻ്റെ എനർജിയിൽ പറയുന്നത്, അപ്പോൾ എന്തൊക്കെയോ പ്രതിസന്ധികൾ, വിഷമഘട്ടങ്ങളൊക്കെ തരണം ചെയ്യാനുള്ള കഴിവ് ഇപ്പോൾ നിങ്ങൾക്ക് ഉള്ളതായിട്ടാണ് കാണുന്നത്. ഇപ്പം ആദ്യം നിങ്ങളെ എല്ലാവരും അകറ്റി നിർത്തിയ ആൾക്കാർ ഇപ്പം അവർക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിൽ ആദ്യം ഇപ്പോൾ ചിലപ്പോൾ ഈ പേഴ്സൻ്റെ കൂടെ നടക്കുന്നതോ നിൽക്കുന്നതോ പോകുന്നതോ ഇതൊക്കെ അറിയുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ നിങ്ങളെ വീട്ടുകാരായാലോ എവിടെ നിൽക്കുന്ന ആളുകളായാലോ അവർക്ക് ഇത് കാരണം കൊണ്ട് നിങ്ങളെ ഒരു വെറുപ്പ് പോലെ തോന്നിയിട്ടുണ്ടാവും, ഒരു ദേഷ്യം പോലെ തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ എല്ലാ ഇതിൽ നിന്നും ഒരു മാറ്റി നിർത്തപ്പെട്ട ഒരു അവസ്ഥയിലായിട്ട് നിന്നിട്ടുണ്ടാവും നിങ്ങൾ. അപ്പോൾ ഇപ്പോഴാണ് അവർക്ക് നിങ്ങളുടെ യഥാർത്ഥ കാര്യം മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഏത് തരത്തിലുള്ള ആളാണ്, എങ്ങനെയുള്ള ആളാണെന്ന് അവർക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാം നിങ്ങളെ കൂടെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വരുന്നതായിട്ടോ, നിങ്ങളെ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ കൂടെയുള്ള ആളുകളെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവരെതിരായി നിന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവരും പേടിയായിരിക്കും. അപ്പോൾ അവരോട് എങ്ങനെയാണ് സ്വന്തം എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുക, എന്താ വിചാരിക്കുക, അതിനെപ്പറ്റി മനസ്സിലാക്കുക എന്താണെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾക്ക് എതിരായിട്ട് നിന്നിട്ടാവുണ്ടാവും. ഒരുപാട് തടസ്സങ്ങൾ മുന്നിലുണ്ടാവും. അപ്പോൾ അന്ന് അതെല്ലാം മറികടക്കാൻ ഒരുപാട് പ്രയാസം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. എല്ലാ സാഹചര്യങ്ങളും എതിരായിരിക്കാം. പക്ഷേ ഇപ്പോൾ അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ട്, നിങ്ങളുടെ കൂടെ എല്ലാവരും നിൽക്കുന്നതായിട്ടും സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അടുത്തതൊരു 6 ഓഫ് സോഡാണ്. അപ്പോൾ അതിനെ ക്ലാരിഫൈ ചെയ്യുന്നതായി കിട്ടാൻ നോക്കാം. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എന്താണ് 6 ഓഫ് സോഡിന് ക്ലാരിഫൈ ചെയ്ത് കിട്ടിയത്? 2 എണ്ണം വീണിട്ടുണ്ട്. ഒന്ന് ഡെവിളാണ്, ഒന്ന് 3 ഓഫ് സോഡുമാണ്. ഒരു 6 ഓഫ് സോഡും ഡെവിളും 3 ഓഫ് സോഡും ആണുള്ളത്. അപ്പം 3 ഓഫ് സോഡിൻ്റെ എനർജിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം അവരുടെ ഹൃദയം ഒരുപാട് വേദനിക്കുന്ന, നിങ്ങളുടെ ഹൃദയം ഒരുപാട് വേദനിക്കുന്നതായിട്ടാണ്. അപ്പോൾ ഒരു ബാലൻസിലെത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് കാണുന്നത്. അവരുടെ പ്രവൃത്തി നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ല. ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിലെ അവസ്ഥയിൽ സിറ്റുവേഷനിൽ നിൽക്കാൻ കഴിയുന്നില്ല. അത്രയും മനസ്സ് വേദനിക്കുന്നതായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ അവർ പറഞ്ഞ നിങ്ങളുടെ നിങ്ങൾ തേർഡ് പാർട്ടി പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ താങ്ങാൻ കഴിയുന്നില്ല. അത്രയ്ക്ക് ഹൃദയത്തിനെ മുറിവേൽപ്പിക്കുന്ന കാര്യങ്ങളാണ് മനസ്സിലുണ്ടാകുന്നത്. ഇതേ ചിന്ത അവർക്കുമുണ്ട്.
അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, അപ്പോൾ ഇവരെ കൂടെ ജീവിതത്തിൽ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനും കൂടിയുള്ള അവസ്ഥയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ ഈ അവസ്ഥയിൽ നിന്നാൽ ശരിയാവില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ജീവിതത്തിൽ നിന്ന് മാറി പോകണം, ഇതിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകണം, ഇതിൽ നിന്ന് ഒഴിവായി കിട്ടണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷെ ഒരുപാട് വേദന നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മാറിപ്പോകാനും പറ്റുന്നില്ല, അത്രയും വേദന അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷൻ കാരണമാണ് നിങ്ങൾക്ക് ഇവിടുന്ന് പോകേണ്ട അവസ്ഥ വരുന്നത്. അപ്പോൾ സാഹചര്യം കൊണ്ട് മാറി കുറേ ആളുകൾക്ക് ജോലി മാറ്റം കിട്ടി പോകുന്നുണ്ടാവും, വേറെ സ്ഥലത്തേക്ക് പോകുന്നുണ്ടാവും, പിന്നെ കുടുംബത്തിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ടാവും, പിന്നെ ഒന്നിച്ച് താമസിക്കാൻ വേണ്ടിയിട്ട് ദൂരസ്ഥലത്തേക്ക് പോകുന്നുണ്ടാവും. അങ്ങനെ പല യാത്രകളും ഇവിടെ ഉണ്ട്. പക്ഷേ ഇതിൽ എല്ലാത്തിനും ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലെടുക്കുകയാണെങ്കിൽ ഇപ്പം ഈ സിറ്റുവേഷനിലല്ല ജീവിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഈ ഹൃദയം മുറിയുന്ന ഈ തേർഡ് പാർട്ടി കാരണം വേദനിക്കുന്ന ഈ സിറ്റുവേഷനിലല്ല ജീവിക്കേണ്ടത് എന്ന് അതിൽ നിന്ന് മനസ്സോടെ മാറിപ്പോകാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആദ്യം നിങ്ങൾക്ക് ഈ പേഴ്സണെ ഇപ്പോഴും പേഴ്സണെ ഉപേക്ഷിക്കാനൊന്നും താല്പര്യമില്ലാതെ പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ പിന്നെ ഇവരിൽ നിങ്ങൾ അഡിക്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഉപേക്ഷിക്കാൻ ആദ്യം തയ്യാറല്ല, പക്ഷേ ഇപ്പോൾ ഇവരുടെ ഈ അവസ്ഥയും ഇപ്പോഴത്തെ ചുറ്റുപാടും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിട്ട് ഉപേക്ഷിച്ച് പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ജീവിതത്തിൽ എന്തൊക്കെയോ നെഗറ്റീവ് കാര്യങ്ങൾ ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ പോകുന്നുകൊണ്ടായിരിക്കും അപ്പോൾ ഇത്രയും വിഷമങ്ങൾ അനുഭവിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും നെഗറ്റീവ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്ത് പോക്കിയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അടുത്ത് വന്നത് ഒരു 8 ഓഫ് പെൻറ്റിക്കിളുടെ എനർജിയാണ്. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ ഒരു 8 ഓഫ് പെൻറ്റിക്കിൾ വന്നിട്ടുള്ളത്? ക്യൂൻ ഓഫ് വാൺസിൻ്റെ എനർജിയാണ് 8 ഓഫ് ക്യൂൻ ഓഫ് വാൺസ്. അപ്പോൾ ഒരു 7 ഓഫ് പെൻറ്റിക്കിളും ക്യൂൻ ഓഫ് വാൺസും ആണുള്ളത്. പിന്നെ അപ്പം 7 ഓഫ് പെൻറ്റിക്കിളിൽ പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ ബന്ധത്തിന് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്, അത്രയും ആഴത്തിലുള്ള ഒരു ബന്ധമാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് വളരെ സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത്, ഒരു തരത്തിൽ ഇത് വിട്ടു പോകില്ലെന്നാണ് കാണുന്നത്. ആ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. മറ്റു ചിലർക്കാണെങ്കിൽ ഒരു കൂടുതൽ ജോലി ചെയ്ത് കൂടുതൽ സമ്പാദ്യം ഉണ്ടാക്കുന്ന ചിന്തയൊക്കെ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഈ പേഴ്സൺ നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കുന്ന തന്നെയുള്ളൂ. അപ്പോൾ അവർക്ക് അവിടെ നിൽക്കാൻ തീരെ താല്പര്യമില്ലെന്നാണ് കാണുന്നത്. അപ്പോൾ ഇവരുടെ സംസാരത്തിൽ നിന്ന് ഇപ്പോഴുള്ള പെരുമാറ്റത്തിൽ നിന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും അവർ പറയുന്ന രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ തരത്തിലുള്ളൊരു പവർ അവർക്ക് വന്നിട്ടുണ്ടെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അവർ കുറച്ച് എല്ലാ സത്യസന്ധതയുള്ള ആൾക്കാർ, എല്ലാ കാര്യം കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരാൾക്കാരായിരിക്കും. അപ്പോൾ അവർ ആ പറയുന്നത് പ്രവർത്തിക്കുന്ന ഒരാളായിട്ടാണ് ഇവിടെ കാണുന്നത്. അടുത്ത് വന്നിട്ടുള്ളത് ഒരു സ്ട്രെങ്ത് കാർഡാണ്. എന്തുകൊണ്ടാണ് ഇവിടെ സ്ട്രെങ്ത് കാർഡ് വന്ന്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ ഒരു സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുള്ളത്? 2 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നത്. അപ്പോൾ ഒരു സ്ട്രെങ്ത്തും ഒരു 2 ഓഫ് കപ്പുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സ്ട്രെങ്ത് കാർഡ് പറയുന്നത് മറ്റുള്ളവരോട് എതിർക്കാനുള്ള ഒരു അവസ്ഥയിലൊക്കെ എത്തി നിൽക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ ആദ്യം എല്ലാവരും പേടിച്ച് നിന്നിട്ടുണ്ടാവും, അവർ എന്തെങ്കിലും വിചാരിക്കുന്നൊക്കെ വിചാരിച്ചിട്ട് പേടിച്ച് നിന്നിട്ടുണ്ടാവും ഈ പേഴ്സൺ. പക്ഷേ ഇപ്പോൾ അവിടെ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അവരുമായിട്ടൊരു ഫൈറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിനുള്ളൊരു സ്ട്രെങ്ത്ത് അവർക്ക് വരുന്നതായിട്ടാണ്, അവരുടെ വീക്ക്നെസ്സിനെയൊക്കെ സ്ട്രെങ്ത് ആക്കി മാറ്റുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. എല്ലാം പൊരുതി നേടുന്നതായിട്ട് കാണുന്നുണ്ട്. പൊരുതി നേടി നിങ്ങളിലേക്ക് സ്നേഹവുമായിട്ട് വരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ 2 കപ്പ് പരസ്പരം വെച്ച് നീട്ടുന്നത് കണ്ടോ. അപ്പം 2 പേർ തമ്മിൽ ഒന്നിക്കുന്നതായിട്ട് കാണുന്നത് പരസ്പരം. ചിലപ്പോൾ ഇതൊരു ബിസിനസ്സിലൊരു പാർട്ട്ണർഷിപ്പാകാം, പുതിയ ബിസിനസ് തുടങ്ങുന്നതാകാം, പിന്നെ ജോലിക്കുള്ള ഒരു ഓഫറുമായിട്ട് വരുന്നതാകാം, ഒരു പാസ്റ്റിലുള്ള പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നുണ്ടാകും, അല്ലെങ്കിൽ ഒരു പുതിയ ബന്ധം, ഒരു സോൾ കണക്ഷൻ ഉള്ള ഒരു ബന്ധം നിങ്ങളിലേക്ക് വരുന്നുണ്ടാകും. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളിലും നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു സക്സസ് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നതാണ് കാണുന്നത്. അടുത്തതൊരു ജസ്റ്റിസ് കാർഡാണ്. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ജസ്റ്റിസ് കാർഡ് വന്നിട്ടുണ്ട്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്.
നൈറ്റ് ഓഫ് പെൻറ്റിക്കിളുടെ എനർജി ജസ്റ്റിസ് കാർഡിൽ വന്നിട്ടുള്ളത് ഒരു നൈറ്റ് ഓഫ് പെൻറ്റിക്കിളും ഒരു ജസ്റ്റിസ് കാർഡാണ്. അപ്പോൾ നൈറ്റ് ഓഫ് പെൻറ്റിക്കിളിൽ പറയുന്നത് എന്തൊക്കെയോ പണത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതായിട്ടാണ് കാണുന്നത്. എന്തൊക്കെയോ പണം എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിനോ അല്ലെങ്കിൽ വീട് പണി മുഴുവനാക്കാനോ കല്യാണം അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവില്ല പണത്തിൻ്റെ ആവശ്യം. അപ്പോൾ അങ്ങനെയുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിങ്ങളിലുണ്ട്. അപ്പോൾ അപ്പോൾ ആരുടെ ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ലോണോ കാര്യങ്ങളോ അല്ലെങ്കിൽ കിട്ടാനുള്ള എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത പണങ്ങളോ അപ്പോൾ അതെല്ലാം നിങ്ങളിലേക്ക് എത്തുന്നതായിട്ട് കാണും. അല്ലെങ്കിൽ ആരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ ഉള്ളതായിട്ടാണ് കാണുന്നത്. അപ്പോൾ സാമ്പത്തിക പ്രശ്നമൊക്കെ മാറുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പം ബിസിനസ്സൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒരു പ്രോഫിറ്റൊക്കെ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഒരു ജസ്റ്റിസ് കാർഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്തിൻ്റെയോ ഒരു കേസ് എന്തെങ്കിലും കാര്യം ചിലപ്പോൾ ഡിവേഴ്സ് പരമായിരിക്കുക അല്ലെങ്കിൽ വസ്തുതാപരമായിരിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ ഒരു കേസിൻ്റെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ന്യായം നിങ്ങൾ കേസ് മാത്രമല്ല വേറെ എന്തെങ്കിലും കാര്യം അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങളുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ അത് നിങ്ങൾക്ക് തീർച്ചയായും ജസ്റ്റിസ് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇന്നലെ നാളെ നിങ്ങൾക്കത് ജസ്റ്റിസ് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നല്ല കർമ്മം ചെയ്താൽ അതിനുള്ള ഫലം എന്തായാലും കിട്ടും എന്നുള്ളതാണ് കാണുന്നത്. ചിലർക്കാണെങ്കിൽ മുൻജന്മങ്ങളിൽ എന്തെങ്കിലും കർമ്മ ചെയ്തത് ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ജന്മത്തിൽ അത് തീർന്ന് ഒരു നീതി കിട്ടുന്നതായിട്ടും കാണുന്നുണ്ട്. അടുത്തതൊരു സൺ കാർഡാണ് വന്നിട്ടുള്ളത്. അതൊരു പുതിയ പ്രതീക്ഷ. ആദ്യം തന്നെ 4 ഓഫ് പെൻറ്റിക്കിളുടെ എനർജിയാണ് വന്നിട്ടുള്ളത് സൺ കാർഡിന്. താങ്ക് യു യൂണിവേഴ്സ്. അപ്പം 4 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയിൽ പറയുന്നത് ഇപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവർ നിങ്ങളെ കൂടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അവർ പൂർണ്ണമായി നിങ്ങളെ മറന്നുപോയി വിട്ടിട്ട് പോയിട്ട് തേർഡ് പാർട്ടിയുടെ കൂടെ പോയി എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. എന്നാലും അവർ മനസ്സിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ച് വെക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ കണ്ടോ, പെൻറ്റിക്കിളൊന്ന് പിടിച്ച് നെഞ്ചോട് ചേർത്ത് വെക്കുന്നത് അവരുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണുള്ളത്. എന്ത് തന്നെയായാലും അവർക്ക് മറക്കാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത്. അപ്പോൾ അന്നത്തെ സാഹചര്യം അവരുടെ ആ ചുറ്റുപാട് നിങ്ങൾ സെപ്പറേറ്റഡ് ആയി പോകാനുള്ള ഏത് സിറ്റുവേഷനാണോ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞത് അത് അന്നത്തെ സാഹചര്യം കൊണ്ട് സംഭവിച്ചു പോയതാണ്. അപ്പോൾ ഈ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു ദേഷ്യത്തിന് പറഞ്ഞു പോയതാണെന്നാണ് അവർക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ സെപ്പറേഷനിൽ അവർ നിങ്ങളെ മാത്രമാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, നിങ്ങളെ മാത്രമാണ് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഒരു സൺ കാർഡാണ് ഇതിൽ കൂടെ ക്ലാരിഫൈ ചെയ്ത് കിട്ടിയിട്ടുള്ളത്. സൺ കാർഡിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സൺ കാർഡ് ഇങ്ങനെ വെച്ചിരിക്കട്ടെ മറിച്ചേക്കാം. സൺ കാർഡിൽ പറയുന്നത് വെച്ചാൽ ഈ സമയത്ത് പിന്നെ എന്തൊരു കാര്യത്തിൽ ഏത് കാര്യത്തിൽ ഇടപെട്ടാലും നിങ്ങൾക്ക് ജയം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ആരെയും നിങ്ങളെ തോൽപ്പിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ പേടിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ അതൊന്നുമല്ല സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാത്തിൽ നിന്നും ഒരു വിജയം ഉണ്ടാകും. ഏതെങ്കിലും തരത്തിൽ ചീറ്റിങ്ങോ അല്ലെങ്കിൽ നിങ്ങളെ ആരെന്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും നിങ്ങളെ മിസ്റ്റേക്ക് ഉണ്ടായില്ല ജോലി നഷ്ടപ്പെടുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ച് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് എതിരായി നിന്ന ആളുകൾ ഇപ്പം നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നതായിട്ടാണ്. അപ്പോൾ ശരിയും തെറ്റും മനസ്സിലാക്കി നിങ്ങളിലേക്ക് എല്ലാവരും വരുന്നതായിട്ടാണ് ഇവിടെ സൺ കാർഡിൽ കാണുന്നത്. അപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള ആഗ്രഹം എന്താണ് അവരുടെ ആഗ്രഹം എന്ന് നോക്കുക. എന്താണ് അവർ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് അവരുടെ മനസ്സിൽ തോന്നുന്ന ചിന്തകൾ, അവരുടെ ആഗ്രഹം എന്താണ്. എംപററാണ്. നയൻ ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ഫൈവ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. അവർ എല്ലാം നഷ്ടപ്പെട്ട് നിങ്ങളുടെ സ്നേഹവും എല്ലാം നഷ്ടപ്പെട്ട്
ദുഃഖത്തിലിരിക്കുന്നതായിട്ട് വേദനയോടെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ ഓർത്ത് സങ്കടപ്പെടുന്നതായും ദുഃഖിക്കുന്നതായിട്ടുമാണ് കാണുന്നത്. അവർക്ക് തീരെ ഉറക്കം വരെ നഷ്ടപ്പെട്ട അവസ്ഥയാണ്. ഒന്നിലേക്ക് ഒരു ശ്രദ്ധയില്ല, ഒന്നിലേക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല, ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. പക്ഷെ അതിൽ നിന്നെല്ലാം മാറി അവർ ഒരു എംപററിൻ്റെ എനർജിയിലേക്ക് എല്ലാം കീഴടക്കി മറ്റുള്ളവരെ എല്ലാം അതിശക്തമായി നേരിട്ട് അവർ പറയുന്ന തരത്തിലേക്ക് ആക്കിയെടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഒരു എംപററിൻ്റെ എനർജിയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത്രയും പവറിലേക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം, നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കണമെന്നാണ് അവരിപ്പോൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ദുഃഖങ്ങളും സങ്കടങ്ങളൊക്കെ അനുഭവിച്ച് ഇപ്പോൾ അവർക്ക് മനസ്സിലായി, അവരുടെ ജീവിതത്തിലെ തെറ്റും ശരിയും മനസ്സിലായിട്ട് അവർ നിങ്ങളിലേക്ക് വരാൻ ഒരു എംപററിൻ്റെ ഒരു എനർജിയിൽ നിങ്ങളുടെ കൂടെ ഇരിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. എംപറർ അല്ലെങ്കിൽ എംപ്രസ്. എംപറർ ആകുമ്പോൾ ഒരു പുരുഷനായിട്ട് കണക്ക് കൂട്ടേണ്ട, എംപ്രസ് ആയിട്ടും എടുക്കാം, സ്ത്രീകളായിട്ട്. അപ്പോൾ ഏത് രീതിയിലാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് എടുക്കണം. ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. പുതുതായി ആരെങ്കിലും ഈ വീഡിയോ കാണണമെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത വീഡിയോയിൽ വരുന്നവരെ കാത്തിരിക്കുക. ബൈ.